ഇനി ഭൂട്ടാൻ വാഹന കള്ളക്കടത്തിൽ വളരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് സംയുക്ത അന്വേഷണ സംഘം എത്തുകയാണ്. 15,000-ലധികം വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇതുവരെ കടത്തിയതെന്നാണ് കണ്ടെത്തൽ. കോടികളുടെ നികുതി വെട്ടിപ്പാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ കേരളത്തിലേക്ക് 50-ലധികം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, അങ്ങനെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ അന്വേഷണം അടക്കം കടുപ്പിക്കുകയാണ് ഏജൻസികൾ. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂട്ടാനിലെയും രാജ്യത്തെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ തന്നെ നിർണായകമായ കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 15,000-ലധികം വാഹനങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ തന്നെ 450ഓളം വാഹനങ്ങൾ അസമിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് 50ഓളം വാഹനങ്ങൾ കടത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. മാത്രമല്ല, കോടികളുടെ നികുതി വെട്ടിപ്പ് രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ശരി സഹിൻ, ഓക്കെ. വിശദമായ സഹിനിലേക്ക് അടുത്ത മണിക്കൂറിൽ വരാം.